ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ്. HSI 2016 നാച്ചുറൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 37 വരെ ഉള്ളത് നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി 38 എൻഡമിക് വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾ അധികമായി കാണപ്പെടുന്ന പ്രദേശമാണ്. ഓപ്ഷൻ എ ഹോട്ട്സ്പോട്ട്, ഓപ്ഷൻ ബി മെഡിറ്ററേനിയൻ ബേസിൽ, ഓപ്ഷൻ സി അറ്റ്ലാന്റിക് വനം, ഓപ്ഷൻ ഡി കരീബിയൻ ദ്വീപ്. എൻഡമിക് വിഭാഗത്തിലുള്ള ജീവജാലങ്ങൾ അധികമായി കാണപ്പെടുന്നത് ഓപ്ഷൻ എ ഹോട്ട്സ്പോട്ട് ആണ് കറക്റ്റ് ആൻസർ. എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം വളരുന്ന പ്ലാന്റ്സ് ആണ്. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസുകളാണ് എൻഡമിക് എന്ന് അറിയപ്പെടുന്നത്. ആ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ഹോട്ട്സ്പോട്ട്. അപ്പോൾ ഹോട്ട്സ്പോട്ടുകളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹോട്ട്സ്പോട്ടുകളെ സംരക്ഷിച്ചില്ല എങ്കിൽ അവിടെയുള്ള സ്പീഷീസുകൾ, അതായത് എൻഡമിക് സ്പീഷീസുകൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാനുള്ള സാധ്യതയുണ്ട്. ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് എക്സ്റ്റിങ്ക്റ്റ്. എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സ്പീഷീസുകൾ ഇപ്പോഴില്ല, അവ നശിച്ചു പോയി കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ടേമാണ് എൻഡേഞ്ചേർഡ്. എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ. എത്രയും പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുള്ള സ്പീഷീസുകളാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ വരുന്നത്. ഹോട്ട്സ്പോട്ടിന് എക്സാമ്പിൾ ആണ് വെസ്റ്റേൺ ഗട്ട്സ്. ഇവിടെയുള്ള ഒരു എൻഡമിക് സ്പീഷീസ് ആണ് സിംഹവാലൻ കുരങ്ങ് അല്ലെങ്കിൽ ലയൺ ടെയിൽഡ് മക്കാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. യൂട്രോഫിക്കേഷൻ മൂലം ജലത്തിൽ ഇവയുടെ അളവ് കൂടുന്നു. യൂട്രോഫിക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ ജലത്തിൽ അളവ് കൂടുന്നത് എന്തിൻ്റെയാണ്? ഓപ്ഷൻ എ നൈട്രേറ്റും സൾഫേറ്റും, ഓപ്ഷൻ ബി സൾഫേറ്റും ഫോസ്ഫേറ്റും, ഓപ്ഷൻ സി നൈട്രേറ്റും ഫോസ്ഫേറ്റും, ഓപ്ഷൻ ഡി നൈട്രേറ്റും കാർബണേറ്റും. യൂട്രോഫിക്കേഷൻ നടക്കുമ്പോൾ ജലത്തിൽ അളവ് കൂടുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നൈട്രേറ്റും ഫോസ്ഫേറ്റും. യൂട്രോഫിക്കേഷൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ്. ഇതിൻ്റെ മീനിങ് വെൽ നറിഷ്ഡ് എന്നാണ്. ഓവർലി എൻറിച്ച്ഡ് വിത്ത് മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ്. ഒരു വാട്ടർ എക്കോസിസ്റ്റത്തിൽ യൂട്രോഫിക്കേഷൻ നടക്കുമ്പോൾ മിനറൽസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും അളവ് ഒരുപാട് കൂടുന്നു. നോർമൽ വേണ്ടതിനേക്കാളും ഒരുപാട് മിനറൽസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും അളവ് കൂടുന്നതാണ് യൂട്രോഫിക്കേഷൻ. ഇങ്ങനെ മിനറൽസും ന്യൂട്രിയൻസും ഒരുപാട് അളവ് കൂടുന്നത് കൊണ്ട് അവിടെ ആൽഗയുടെ ഓവർ ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് ആൽഗൽ ബ്ലൂം ഉണ്ടാവുന്നു. മിനറൽസും ന്യൂട്രിയൻസും ഒരുപാട് കൂടിക്കഴിയുമ്പോൾ അവിടെയുള്ള ആൽഗെ ഓവർ ഗ്രോത്ത് നടക്കുന്നു. അങ്ങനെ ആൽഗൽ ബ്ലൂം ഉണ്ടാവുന്നു. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് ആൽഗൽ ബ്ലൂം ഉണ്ടാകുന്നു, മറ്റൊന്ന് വാട്ടർ എക്കോസിസ്റ്റത്തിൻ്റെ മുകളിലുള്ള അക്വാട്ടിക് പ്ലാന്റ്സ് എല്ലാം, അതായത് ആൽഗെ ഒരുപാട് വളരുന്നത് കൊണ്ട് അതിൻ്റെ ആ എക്കോസിസ്റ്റത്തിൻ്റെ താഴത്തെ ഭാഗങ്ങളിലേക്ക് കിട്ടുന്ന ലൈറ്റിൻ്റെ അളവ് കുറയുന്നു. അതുകൊണ്ട് തന്നെ അക്വാട്ടിക് അനിമൽസിനൊന്നും അവിടെ നന്നായിട്ട് വളരുവാൻ സാധിക്കുന്നില്ല. അതായത് ഫിഷ് പോലെയുള്ളവയ്ക്കൊക്കെ അവിടെ വളരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിതവാതകങ്ങളിൽ പെടാത്തത്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി മീഥെയ്ൻ, ഓപ്ഷൻ സി നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഹരിതവാതകങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസും. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ഇവയെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസിൽ വരുന്ന മറ്റൊന്നാണ് വാട്ടർ വേപ്പർ.
ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഹരിതവാതകങ്ങൾ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നത് മൂലം കൂടുതൽ ചൂടുണ്ടാകുന്നു. അറ്റ്മോസ്ഫിയറിന്റെ ചൂട് കൂടുന്നതിന് കാരണമാകുന്നത് ഹരിതവാതകങ്ങളാണ്. ഇങ്ങനെ ചൂട് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഗ്ലോബൽ വാർമിംഗ്. എന്നാൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഇഫക്റ്റ് കൂടിയുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ക്ലൈമറ്റ് നോർമൽ കണ്ടീഷനിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41. പുരുഷ ബീജത്തിന്റെ അക്രോസോം എന്ന ഭാഗം രൂപപ്പെടുന്നത് എന്തിൽ നിന്നാണ്? ഓപ്ഷൻ എ ലൈസോസോം, ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ, ഓപ്ഷൻ സി ഗോൾഗി കോംപ്ലക്സ്, ഓപ്ഷൻ ഡി ഫേനം. പുരുഷ ബീജത്തിന്റെ അക്രോസോം എന്ന ഭാഗം രൂപപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സിൽ നിന്നും ആണ്. അക്രോസോം എന്ന് പറയുന്നത് ആന്റീരിയർ പാർട്ട് ഓഫ് ഹെഡ് ഓഫ് സ്പേം ആണ്. സ്പേമിന്റെ ഹെഡിന്റെ ആന്റീരിയർ പാർട്ടാണ് അക്രോസോം എന്ന് അറിയപ്പെടുന്നത്. ഈ അക്രോസോം ഉണ്ടായിരിക്കുന്നത് സ്പെർമാറ്റിഡിന്റെ ഗോൾഗി അപ്പാരറ്റസിൽ നിന്നും ആണ്. ഈ പോർഷനിൽ അതായത് അക്രോസോമിൽ ഒരുപാട് ഹൈഡ്രോളിറ്റിക് എൻസൈംസ് കാണപ്പെടുന്നുണ്ട്. ഈ ഹൈഡ്രോളിറ്റിക് എൻസൈം ഉപയോഗിക്കുന്നത് അക്രോസോമൽ റിയാക്ഷൻസിന് വേണ്ടിയാണ്. അക്രോസോമൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ അക്രോസോമിലുള്ള ഹൈഡ്രോളിറ്റിക് എൻസൈമിനെ ഉപയോഗിച്ചിട്ട് എഗ്ഗിൻ്റെ വോൾ ബ്രേക്ക് ചെയ്യുന്നു. എഗ്ഗിൻ്റെ സെൽ ആ വോൾ ബ്രേക്ക് ചെയ്യുകയും അങ്ങനെ സ്പേമിലുള്ള ന്യൂക്ലിയസിനെ എഗ്ഗിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യനിൽ അജലസന്ധികൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? മനുഷ്യനിൽ അജലസന്ധികൾ അതായത് ചലിക്കാൻ കഴിവില്ലാത്ത സന്ധികൾ കാണപ്പെടുന്ന ഭാഗം. ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി തലയോട്, ഓപ്ഷൻ സി ഇടുപ്പ്, ഓപ്ഷൻ ഡി കഴുത്ത്. മനുഷ്യനിൽ അജലസന്ധികൾ കാണപ്പെടുന്ന ഭാഗമാണ് ഓപ്ഷൻ ബി തലയോട്. ക്വസ്റ്റ്യൻ നമ്പർ 43. റിട്രോ വൈറസുകളിൽ RNAയിൽ ഇരട്ട ഇഴകൾ രൂപപ്പെടുന്നതിന് സഹായകമായ എൻസൈമുകളാണ്. ഓപ്ഷൻ എ RNA പോളിമറേസ്, ഓപ്ഷൻ ബി DNA പോളിമറേസ്, ഓപ്ഷൻ സി DNA സിന്തറ്റേസ്, ഓപ്ഷൻ ഡി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. റിട്രോ വൈറസുകളിൽ RNAയിൽ ഇരട്ട ഇഴകൾ രൂപപ്പെടുന്നതിന് സഹായകമായ എൻസൈമുകളാണ് ഓപ്ഷൻ ഡി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്നും mRNA അല്ലെങ്കിൽ RNA ഉണ്ടാകുന്നു, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. എന്നാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ mRNA-യിൽ നിന്നും തിരിച്ച് DNA ഉണ്ടാകുന്നു. mRNA-യിൽ നിന്നും DNA ഉണ്ടാകുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ പ്രോസസ്സിന് സഹായിക്കുന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത് റിട്രോ വൈറസുകൾക്കാണ്. റിട്രോ വൈറസിന് എക്സാമ്പിളാണ് എയ്ഡ്സിൻ്റെ വൈറസ്, അതായത് HIV വൈറസ് ഒരു റിട്രോ വൈറസ് ആണ്. ഇനി DNA പോളിമറേസ് എന്ന് പറയുന്നത് DNA സിന്തസിസിന് DNA പോളിമറൈസേഷന് സഹായിക്കുന്നതാണ് DNA പോളിമറേസ്. RNA പോളിമറേസ് എന്ന് പറയുന്നത് RNA സിന്തസിസ്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ. DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്ന നോർമൽ ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന എൻസൈംസ് ആണ് RNA പോളിമറേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഇന്ത്യയിൽ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ കാസിരംഗ, ഓപ്ഷൻ ബി ഭാരത്പൂർ, ഓപ്ഷൻ സി വേഡന്തങ്കൽ, ഓപ്ഷൻ ഡി കൻഹ ദേശീയ പാർക്ക്.
കറക്റ്റ് ആൻസർ കാസിരംഗ. കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന വന്യജീവി സങ്കേതമാണ് കാസിരംഗ. ഇനി ഓപ്ഷൻ ബി ഭരത്പൂർ എന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ള ഒരു ബേർഡ് സാങ്ച്വറിയാണ്. രാജസ്ഥാനിലുള്ള ബേർഡ് സാങ്ച്വറിയാണ് ഭരത്പൂർ. വേഡന്തങ്കൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ബേർഡ് സാങ്ച്വറിയാണ്. മെയിനായിട്ടും അവിടെ മൈഗ്രേറ്ററി ബേർഡ്സിനെയാണ് കാണപ്പെടുന്നത്. വേഡന്തങ്കലിനെ ഓൾഡസ്റ്റ് വാട്ടർ ബേർഡ് സാങ്ച്വറി ഇൻ ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. ഓൾഡസ്റ്റ് വാട്ടർ ബേർഡ് സാങ്ച്വറി ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതും തമിഴ്നാട്ടിലുള്ള വേഡന്തങ്കൽ ബേർഡ് സാങ്ച്വറി ആണ്. നെക്സ്റ്റ് കൻഹ ദേശീയ പാർക്ക്. ഇത് കൻഹ ദേശീയ പാർക്ക് തുടങ്ങിയത് 1955 എന്നാൽ ഇതിനെ ടൈഗർ റിസർവ് ആക്കി മാറ്റിയത് 1973. ഇവിടെ സംരക്ഷിക്കുന്നത് റോയൽ ബംഗാൾ ടൈഗറിനെയാണ്. കൻഹ ദേശീയ പാർക്കിൽ സംരക്ഷിക്കുന്നത് റോയൽ ബംഗാൾ ടൈഗറിനെയാണ്. ഇതൊരു നാഷണൽ പാർക്കായി ആയത് 1955 ടൈഗർ റിസർവായി മാറിയത് 1973. 45th ക്വസ്റ്റ്യൻ. പരാദജീവികളുടെ സവിശേഷതകളിൽ പെടാത്തത് എന്താണ്? പരാദജീവികളുടെ സവിശേഷതകളിൽ പെടാത്തത് എന്താണ്? ഓപ്ഷൻ എ ആതിഥേയരിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നു. ഓപ്ഷൻ ബി ആതിഥേയരുടെ വലിപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഓപ്ഷൻ സി ജീവിത ചക്രം പൂർണ്ണമാകുന്നതിന് ആതിഥേയ ജീവി ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആതിഥേയരുടെ ലൈംഗിക സ്വഭാവങ്ങളിൽ വ്യതിയാനം ഉണ്ടാക്കുന്നു. പരാദജീവികളുടെ സവിശേഷതകൾ അവരുടെ ക്യാരക്ടേഴ്സിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്. ആതിഥേയരുടെ വലിപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്നു. പരാദജീവികൾ മറ്റൊരു ജീവിയിൽ ജീവിക്കുമ്പോൾ ആതിഥേയ ജീവിയുടെ വലിപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്നില്ല. അവരുടെ പരാദജീവികളുടെ ക്യാരക്ടേഴ്സിൽ ഉൾപ്പെടാത്തത് ഈ പോയിന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകൾ ഏതാണ്? രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ള പാമ്പുകൾ ഏതാണ്? ഓപ്ഷൻ എ മൂർഖൻ. ഓപ്ഷൻ ബി അണലി. ഓപ്ഷൻ സി വെള്ളിക്കട്ടൻ. ഓപ്ഷൻ ഡി കടൽ പാമ്പുകൾ. രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ളത് അണലിക്കാണ്. അണലി കടിക്കുമ്പോൾ ആ വിഷമാണ് നമ്മുടെ രക്തത്തിനെ ബാധിക്കുന്നത്. മൂർഖന്റെ വിഷം അറിയപ്പെടുന്നത് ന്യൂറോടോക്സിക് എന്ന കാറ്റഗറിയിലാണ്. അതുപോലെ അണലിയുടെ വിഷം അറിയപ്പെടുന്നത് ഹെമാറ്റോടോക്സിക് എന്ന കാറ്റഗറിയിലുമാണ്. മൂർഖനാണെങ്കിൽ അത് ന്യൂറോടോക്സിക്കും അണലിയാണെങ്കിൽ അത് ഹെമാറ്റോടോക്സിക്കും ആണ്. 47th ക്വസ്റ്റ്യൻ. മുതിർന്ന ആളുകളുടെ അസ്ഥികൾക്ക് കാഠിന്യം കൂടുതൽ അനുഭവപ്പെടാനുള്ള കാരണം? മുതിർന്ന ആളുകളുടെ അസ്ഥികൾക്ക് കാഠിന്യം കൂടുതൽ അനുഭവപ്പെടാനുള്ള കാരണം? ഓപ്ഷൻ എ ഫോസ്ഫേറ്റുകൾ. ഓപ്ഷൻ ബി പ്രായം കൂടുതൽ. ഓപ്ഷൻ സി കാർബൺ. ഓപ്ഷൻ ഡി കാൽസ്യം ലവണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കാൽസ്യം ലവണമാണ്. ഇവിടെ മുതിർന്ന ആളുകൾ മീൻസ് പ്രായപൂർത്തി എത്തിയ ആരോഗ്യമുള്ള ഒരു വ്യക്തി. ആരോഗ്യമുള്ള പ്രായപൂർത്തി എത്തിയ ഒരു വ്യക്തിയുടെ അസ്ഥികൾക്ക് കാഠിന്യം കൂടുതൽ ഉണ്ടാവുന്നതിൻ്റെ കാരണമാണ് കാൽസ്യം ലവണം. എന്നാൽ ഒരുപാട് പ്രായമായ വ്യക്തികൾ അവരുടെ അസ്ഥിക്ക് കാഠിന്യം കുറവായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണം അസ്ഥികളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാൽസ്യം ലവണത്തിനെ അവിടെ നിന്നും ബോഡി അബ്സോർബ് ചെയ്യും മറ്റു ഫങ്ഷൻസിന് വേണ്ടി. അങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ അസ്ഥിയിൽ കാൽസ്യത്തിൻ്റെ എമൗണ്ട് കുറയുകയും അസ്ഥിക്ക് കട്ടി കുറയുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 48th ക്വസ്റ്റ്യൻ. ക്രോമസോമുകളുടെ എണ്ണം ഊനഭംഗത്തിൽ പകുതിയായി കുറയുന്നത് എന്തുകൊണ്ട്? ക്രോമസോമിന്റെ എണ്ണം ഊനഭംഗത്തിൽ പകുതിയായി കുറയുന്നു, അതായത് മിയോസിസ്.
മിയോസിസ് നടക്കുമ്പോൾ അതിൽ ക്രോമസോമിന്റെ എണ്ണം പകുതിയായിട്ട് കുറയുന്നു. ഇങ്ങനെ കുറയുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ ശരീരകോശങ്ങളിൽ ക്രോമസോം എണ്ണം തുല്യമായി കാണുന്നു. ഓപ്ഷൻ ബി ജീവികളിൽ ക്രോമസോം എണ്ണം തുല്യമായി വരുന്നു. ഓപ്ഷൻ സി ഒരു ജീവിവർഗത്തിന്റെ ക്രോമസോം എണ്ണം സ്ഥിരമായി നിൽക്കുന്നു. ഓപ്ഷൻ ഡി പ്രത്യുൽപാദന കോശങ്ങളെയും ശരീരകോശങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നു. ക്രോമസോമിന്റെ എണ്ണം മിയോസിസ് നടക്കുന്ന സമയത്ത് പകുതിയായി കുറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു ജീവിവർഗത്തിന്റെ ക്രോമസോം എണ്ണം സ്ഥിരമായി നിൽക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ജീവിവർഗത്തിന്റെ, അതായത് ഇപ്പം ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ഹ്യൂമൻ ബീയിങ്സിന്റെയും ക്രോമസോം നമ്പർ സ്ഥിരമായിട്ട് നിർത്തുന്നതിന് വേണ്ടിയാണ് മിയോസിസ് നടക്കുന്ന സമയത്ത് ആ രണ്ട് സെൽസിലും, അതായത് എഗ്ഗിലും സ്പേമിലും ക്രോമസോമിന്റെ എണ്ണം പകുതിയാക്കി കുറയുന്നത്. അത് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്ന് ഉണ്ടായി വരുന്ന സൈഗോട്ടിന് ക്രോമസോമിന്റെ എണ്ണം ആ പകുതിയിൽ നിന്ന് മാറി നോർമൽ എണ്ണത്തിലേക്ക് വരികയും ചെയ്യുന്നു. 49th ക്വസ്റ്റ്യൻ. മൈക്കോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ എ ഫംഗസ്, ഓപ്ഷൻ ബി ആൽഗകൾ, ഓപ്ഷൻ സി ഉറുമ്പുകൾ, ഓപ്ഷൻ ഡി ചിതലുകൾ. മൈക്കോളജി എന്ന് പറയുന്നത് ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ്. മൈക്കോളജി എന്നത് ഓപ്ഷൻ എ ഫംഗസിനെ കുറിച്ചുള്ള പഠനമാണ്. ഇനി ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി എന്ന് അറിയപ്പെടുന്നത്. ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി എന്ന് അറിയപ്പെടുന്നത്. ഉറുമ്പുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെർമിക്കോളജി എന്നാണ്. ഉറുമ്പുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെർമിക്കോളജി എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ്വിബീജ പത്രസസ്യങ്ങളിൽ, അതായത് ഡൈക്കോട്ട് പ്ലാന്റ്സ്, ദ്വിബീജ പത്രസസ്യങ്ങളിൽ കാണുന്ന ട്രിപ്ലോയിഡ് കോശം ഏതാണ്? ഡൈക്കോട്ട് പ്ലാന്റ്സിൽ കാണുന്ന ട്രിപ്ലോയിഡ് കോശം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഭ്രൂണം, ഓപ്ഷൻ ബി ബീജാന്നം, ഓപ്ഷൻ സി അണ്ഡം, ഓപ്ഷൻ ഡി സിക്താണ്ഡം. ദ്വിബീജ പത്രസസ്യങ്ങളിൽ കാണുന്ന ട്രിപ്ലോയിഡ് കോശമാണ് ഓപ്ഷൻ ബി ബീജാന്നം. ക്വസ്റ്റ്യൻ നമ്പർ 51. സസ്യങ്ങൾക്ക് ആവശ്യമായ ഒരു സൂക്ഷ്മ പോഷകമാണ് ഓപ്ഷൻ എ സൾഫർ, ഓപ്ഷൻ ബി കാൽസ്യം, ഓപ്ഷൻ സി ഫോസ്ഫറസ്, ഓപ്ഷൻ ഡി മാംഗനീസ്. സസ്യങ്ങൾക്ക് വളരുന്നതിനാവശ്യമായ ഒരു സൂക്ഷ്മ പോഷണം അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് ഓപ്ഷൻ ഡി മാംഗനീസ്. സസ്യങ്ങൾക്ക് ആവശ്യമായ ഒരു സൂക്ഷ്മ പോഷണം അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് ഓപ്ഷൻ ഡി മാംഗനീസ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസിനെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് എന്നും മാക്രോ ന്യൂട്രിയൻസ് എന്നും രണ്ടായി തരംതിരിക്കുന്നു. ഇവയെ മൈക്രോ എന്നും മാക്രോ എന്നും തരംതിരിക്കുന്നത് ഇവ എന്ത് അളവിലാണോ ആ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ ബേസിലാണ്. മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സൂക്ഷ്മ പോഷകം എന്ന് പറയുന്നത് വളരെ കുറച്ച് അളവിൽ മാത്രമേ ആ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളൂ. ഈ മൈക്രോ ന്യൂട്രിയൻസ് കാറ്റഗറിയിൽ വരുന്ന ന്യൂട്രിയൻസ് ആണ് ബോറോൺ, സിങ്ക്, മാംഗനീസ്, അയൺ, കോപ്പർ, മോളിബ്ഡിനം, ക്ലോറിൻ. മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സൂക്ഷ്മ പോഷകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമേ ഇവ സസ്യങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളൂ. ഇവയ്ക്ക് എക്സാമ്പിൾ ആണ് ബോറോൺ, സിങ്ക്, മാംഗനീസ്, അയൺ, കോപ്പർ, മോളിബ്ഡിനം, ക്ലോറിൻ. എന്നാൽ കുറച്ച് കൂടിയ അളവിൽ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് മാക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിൾ ആണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. കൂടിയ അളവിൽ പ്ലാന്റിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളതാണ് മാക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിൾ ആണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് മുളയ്ക്കാതിരിക്കാൻ ഭ്രൂണത്തിന്റെ വളർച്ചാഘട്ടത്തിൽ നശിപ്പിക്കുന്ന പ്രക്രിയയാണ്
ഓപ്ഷൻ എ സീഡ് ടെക്നോളജി, ഓപ്ഷൻ ബി ജീൻ ഡോപ്പിംഗ്, ഓപ്ഷൻ സി ടെർമിനേഷൻ ടെക്നോളജി, ഓപ്ഷൻ ഡി എലിമിനേഷൻ ഓഫ് ഫാമിംഗ്. വിത്ത് മുളയ്ക്കാതിരിക്കാൻ ഭ്രൂണത്തിന്റെ വളർച്ചാ സ്റ്റേജിൽ തന്നെ അതിനെ നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓപ്ഷൻ സി ടെർമിനേഷൻ ടെക്നോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഓപ്പറോണിന്റെ പ്രവർത്തനത്തിന് ഇതിൽ ഏത് കണ്ടീഷനാണ് ആവശ്യമായിട്ടുള്ളതെന്ന്. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഓപ്പറോണിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നമ്മുടെ ബോഡി ഫങ്ഷൻസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. ഈ അമിനോ ആസിഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് അത് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഒരു കൂട്ടം ജീൻസിന് പറയുന്ന പേരാണ് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ ജീൻസ്. ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ജീനുകൾ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യുന്നു, അതാണ് ഓപ്പറോൺ. ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് അത് സിന്തസൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന സെറ്റ് ഓഫ് ജീൻസ് ആണ് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ ജീൻസ്. ഈ ഓപ്പറോണിന്റെ പ്രവർത്തനത്തിന് എന്ത് കണ്ടീഷനാണ് വേണ്ടത്? ഓപ്ഷൻ എ ട്രിപ്റ്റോഫാൻ ആവശ്യമാണ്, ഓപ്ഷൻ ബി ട്രിപ്റ്റോഫാൻ ആവശ്യമില്ല, ഓപ്ഷൻ സി അപ്പോ റിപ്രസർ ആവശ്യമാണ്, ഓപ്ഷൻ ഡി അപ്പോ റിപ്രസറും കോ റിപ്രസറും ആവശ്യം ഇല്ല. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ട്രിപ്റ്റോഫാൻ ആവശ്യം ഇല്ല. അതായത് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ പ്രവർത്തിക്കുന്നത് തന്നെ, അത് ഓണായി വരുന്നത് തന്നെ നമ്മുടെ ബോഡിയിൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് ഇല്ലാതെ വരുമ്പോഴാണ്. ട്രിപ്റ്റോഫാൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്താണ് ഈ ഓപ്പറോൺ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറോൺ പ്രവർത്തിക്കുന്നതിന് ട്രിപ്റ്റോഫാനിന്റെ പ്രസൻസ് ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൈട്രജൻ ചക്രത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നൈട്രജൻ സൈക്കിളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ നൈട്രേറ്റ്, ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ്, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി അമോണിയ. നൈട്രജൻ സൈക്കിളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ് ആണ്. ബാക്കിയുള്ള മൂന്നെണ്ണവും, അതായത് നൈട്രേറ്റ്, നൈട്രജൻ, അമോണിയ, ഇവ മൂന്നും നൈട്രജൻ സൈക്കിളിൽ ഉൾപ്പെട്ടതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.